ഭാഗമാണ് മത്തായി ശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ ദീർഘമായ പ്രസംഗങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നുള്ളത് അറിയാം. എങ്കിലും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സന്തോഷിപ്പിച്ചതായ ചില വേദഭാഗങ്ങൾ ഇതിനെ തുടർന്ന് ചിന്തിപ്പാൻ ഗുണം ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന വിഷയമാണ് ഇതിൻ്റെ 13-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. വായിക്കുന്നില്ല. ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഞാൻ സാധാരണഗതിയിൽ വിശ്വാസികളായ ദൈവമക്കളും കർത്താവിൻ്റെ വേലക്കാരും ഇത്രത്തോളം കർത്തൃദാസന്മാരെ ഒരുമിച്ച് കാണുവാനിടയായി തീർന്ന് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ എല്ലാം അറിയാവുന്ന കർത്താവായിട്ട് പോലും ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? കർത്താവിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യമല്ല, അത് ഒരു മാതൃകാ ചോദ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മെ തന്നെ ഒന്ന് പഠിക്കണം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ചിലരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സാരമില്ലെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് സാരമില്ലെന്ന് പറയുന്നതല്ല ശരി. അവർ പറയുവാൻ വല്ല തക്കതായ കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുന്നവരെയാണ് കർത്താവിന് ആവശ്യം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും എന്ന് പറയുന്ന പദപ്രയോഗം ദൈവത്തിൻ്റെ വചനത്തിലുണ്ടല്ലോ. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുവാൻ അല്ലെങ്കിൽ ഇടയായി തീർന്നത്, അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ്, ആരായേണ്ട കടപ്പാട് നമ്മുടെ ഭാഗത്താണ്. പിന്നീട് അതിനകത്ത് നമ്മുടെ ഭാഗത്ത് കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ എപ്പോഴും ഒന്ന് അന്വേഷിക്കണം. ചിലർ ഈ ബൈബിൾ സ്കൂളിലൊക്കെ ഈ പ്രസംഗിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് സാവകാശം കൊടുക്കുമ്പോൾ അവരെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചോദിക്കും, എൻ്റെ പ്രസംഗം എങ്ങനെ ഇരുന്നു? അത് ചോദിച്ചത് പലർക്കും അവരുടെ കറക്ഷന് വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. എൻ്റെ പ്രസംഗം എല്ലാവർക്കും നന്നായിരുന്നോ, എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോ, എനിക്കൊരു അപ്ലോസ് കിട്ടുമോ എന്നൊക്കെ അറിയാനുള്ള ചോദ്യങ്ങളാണ്. അതിനല്ല ചോദിക്കേണ്ടത്, വല്ല പോരാഴി ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ചോദ്യമായിരിക്കണം. യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ ആരെല്ലാം ഏത് മൂലയ്ക്കിരുന്ന് എന്ത് പറഞ്ഞാലും അതെല്ലാം എന്താണെന്ന് അറിയാവുന്ന കർത്താവാണ് ആ ശിഷ്യന്മാരോട് ചോദിച്ചത്, ജനം എന്നെക്കുറിച്ച് എന്ത് പറയും? കർത്തദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്ന് ആരായണം. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമ്മൾ ആരാഞ്ഞ് അവർ പറയുന്നതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വല്ല ഫോൾട്ട് ഉണ്ടെങ്കിൽ, വല്ല പരാജയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കവണ്ണം ഒരു നല്ല മനസ്സ് വിശ്വാസികൾക്കും കർത്തൃദാസന്മാർക്കും എല്ലാവർക്കും ഉണ്ടായാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണെന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കുക. അത് പറഞ്ഞ ശേഷം അതിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞാൻ അതിൻ്റെ വിശദീകരണമൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങളെന്തോ പറയുന്നു? കാര്യം 2-3 വർഷം എൻ്റെ കൂടെ നടന്നല്ലോ, 3 വർഷക്കാലം എൻ്റെ കൂടെ നടന്നതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി നമുക്കറിയാം. ഇനി ദൈവത്തിൻ്റെ പുത്രനായ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു. എനിക്ക് തോന്നുന്നില്ല പത്രോസ് ഒരു അതിശയോക്തി പറഞ്ഞതല്ല. അതിശയോക്തി പറഞ്ഞതായിരുന്നെങ്കിൽ കർത്താവ് വിലക്കിയേനെ. ഈ കർത്താവിന് ഒരിക്കലും അതിശയോക്തി ഇഷ്ടപ്പെടുന്നില്ല, പ്രോമിനൻസി ഇഷ്ടപ്പെടുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, മനുഷ്യരും കർത്താവും നമ്മൾ വലിയ വ്യത്യാസം. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുവാൻ ഉയർത്തുവാൻ പറയുന്ന വാക്കിലൊന്നും പ്രസാദിക്കുന്നവനല്ല. ദൈവത്തിന് സൗദപ്രാവശ്യം കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ പ്രസംഗം കേട്ട സ്ത്രീകളുടെ കൂടുതൽ ഒരാൾ പറയാണ്, നിന്നെ പ്രസവിച്ച ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞപ്പം അല്ല. കാര്യമൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും കർത്താവ് ഒരിക്കലും ഒരു എക്സോൾട്ടേഷൻ അല്ലെങ്കിൽ തന്നെ ഉയർത്തുന്ന അവസ്ഥ, മറ്റുള്ളവർ തന്നെ ഉയർത്തണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എങ്കിൽ കർത്താവിനെ സേവിപ്പാൻ അറിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടാകണം. എന്നെ ഉയർത്തേണ്ട, ആരും എന്നെ ഉയർത്തേണ്ട, കർത്താവ് എന്നെ മാനിച്ചാൽ മതി. ആ ഒരാഗ്രഹം ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ കർത്താവ് എന്നെക്കുറിച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുക. ഇന്നത്തെ തലമുറയോട് കർത്തദാസന്മാർ ചോദിച്ചാൽ
നമ്മെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി നമ്മുടെ ഉള്ള അവസ്ഥ പറയാതെ നമ്മളെ കേക്ക് വലിയ അപ്രിസിയേഷനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് പറയും, ഓ കണക്കാ എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാനൊരു പ്രാവശ്യം ഒരു മീറ്റിങ്ങിൽ ഒരു കർത്തദാസൻ എന്നെക്കുറിച്ച് വേറൊരാളിനെ കുറിച്ച് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഉയർത്തി അങ്ങൊരു പ്രസ്താവന പ്രസ്താവിച്ചു. യോഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് അവരെക്കുറിച്ച് പറഞ്ഞത് എന്താ? അദ്ദേഹത്തെക്കുറിച്ച് വലിയ ഉയർത്തിയാണല്ലോ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത്. അതേസമയത്ത് എന്നോട് നിങ്ങൾ അതിന് മുമ്പ് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയണേ, പ്ലാറ്റ്ഫോമിൽ അതല്ല പറയാൻ നോക്കൂ, അല്ലെ എത്രയും പേരുടെ മുമ്പിൽ ചതിക്കുള്ളൂ പറയാൻ വല്ല നോക്കൂ എന്ന് പറഞ്ഞ് മനസാക്ഷിയെ വഞ്ചിച്ച് പറയുന്ന ഒരു ലോകത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. സിൻസിയറിറ്റി എന്ന് പറയുന്നത്, പരമാർത്ഥത എന്ന് പറയുന്നത് അനേക ഇടങ്ങളിൽ നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ പുകഴ്ത്തുന്ന പ്രസ്താവനകൾ ഒരു നാളിലും ദൈവം അംഗീകരിക്കത്തില്ലെന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കൾ അറിഞ്ഞുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു പറഞ്ഞു. തൻ്റെ 3.5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 3 വർഷക്കാലത്തെ തൻ്റെ കർത്താവിനോട് ആ ജീവിതത്തിൽ നല്ല ബോധമുണ്ടായിരുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഏതായാലും കർത്താവ് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ വെളിപ്പെടുത്തുന്നത്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, പത്രോസ് ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുന്നത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണാം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരു സാത്താൻ എഴുന്നേറ്റ്, ഒരു പിശാച് ഭൂതം ബാധിച്ചൊരു വിരുക്കി എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറഞ്ഞു. അവിടെയാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ള സാക്ഷ്യം പറഞ്ഞപ്പം ആ സാക്ഷ്യം പറഞ്ഞ് പിശാചിനെ കർത്താവ് അങ്ങ് ശാസിച്ചു. ആ ഭൂതം അവനെ വിട്ട് പോവുകയും ചെയ്യും. അശുദ്ധാത്മാക്കൾ പലപ്പോഴും കർത്താവിനെ കുറിച്ച് ദൈവത്തിൻ്റെ പുത്രനെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ പറയുന്നതിന് മുമ്പേ ഒരു കണക്കിന് നോക്കിയാൽ ശത്രുവാകുന്ന പിശാചാണ് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. ഞാൻ പറയുന്നത്, പിശാച് നമ്മെ നോക്കിച്ചൊരു സാക്ഷ്യം പറയണം. ദൈവത്തിൻ്റെ സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും പറഞ്ഞതുപോലെ ദൈവമക്കളെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ വലിയ പ്രാസംഗികൻ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, പിന്നെയോ അതിലുപരിയായി നാം എത്രമാത്രം സാക്ഷ്യം പ്രാപിക്കുന്നുള്ള വിഷയം ദൈവമക്കൾ കണക്കിലെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അങ്ങനെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി യേശു പറയാണ്, ഇത് അല്ലെങ്കിൽ ജഡരക്തങ്ങളല്ല നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് ലഭിക്കുന്ന ഒരു വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. അങ്ങനെ ലഭിക്കുന്നവർക്ക് യേശുവിനെ വെറും മറിയയുടെ മകനെന്നോ തച്ചൻ്റെ മകനെന്നോ അല്ലെങ്കിൽ ഒരു ഗലീലക്കാരെന്നോ പറഞ്ഞ് വിടുവാൻ കഴിയത്തില്ല. ഇവൻ ആരാണെന്നുള്ള യഥാർത്ഥമായി വെളിപ്പാട് പ്രാപിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സമയം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, യേശു ആരാണെന്നുള്ള യഥാർത്ഥമായ ഒരു വെളിപ്പാട് ഈ നാളിൽ നമ്മൾ പ്രാപിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പലപ്പോഴും യേശുവിനെ മറ്റുള്ളവർ ഉയർത്തി കാണിക്കുന്നത് രോഗികൾക്ക് സൗഖ്യം തരും, നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റും, നിങ്ങൾക്ക് പ്രയാസ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ് കുറെ ഭൗതിക അനുഗ്രഹങ്ങളുടെ വിഷയം പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഭൗതിക ആവശ്യങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കടന്നു വന്ന് ആവിധമായ വിഷയത്തിന് വേണ്ടിയുള്ള വിടുതലിന് വേണ്ടി വാഞ്ചിക്കുന്നവരുണ്ട്. എന്നാൽ അതിലുപരിയായി നമ്മൾ അറിയേണ്ടത്, പാപത്തിൽ നിന്ന് വിടുവിപ്പാനുള്ള ഏകരക്ഷകനാണ് യേശുവെന്നും ഈ യേശു ക്രിസ്തുവാണെന്നും വാസ്തവമായി നമ്മുടെ മധ്യത്തിൽ ഈ നാളുകളിൽ ഒന്ന് വെളിപ്പെട്ട് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തന്നെ സ്തോത്രം ചെയ്യുന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഹോദരൻ കർത്താവ് പറഞ്ഞ മറുപടിയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. നമുക്ക് എല്ലാവർക്കും വേർപെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പാറ മറ്റാരുമല്ല, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള സ്വതം ഈ പാറ ക്രിസ്തു തന്നെ എന്നവിടെ പറഞ്ഞിരിക്കുന്നതിനാൽ പത്രോസാകുന്ന പാറമേലല്ല പണിതത്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ഒറ്റ സെന്റൻസ് അങ്ങ് പറയുന്നേ ഉള്ളൂ, ക്രിസ്തു ആകുന്ന പാറമേൽ പണിയപ്പെടുന്ന സഭ. ഇനി ആ സഭയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സഭ.
സഭ വ്യക്തികളുടെ അല്ല. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൻ്റെ 28 വാക്യം വായിക്കുമ്പോൾ പറയുന്നത് തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സഭ ലോകത്തിൽ ആർക്കും എൻ്റേതെന്ന് അവകാശപ്പെടാൻ കഴിയത്തില്ല. ചിലർ എന്നോട് ചോദിക്കും, കുഞ്ഞോൻ സാറിൻ്റെ സഭയെന്ന്. ഞാൻ എനിക്ക് സഭയൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പിടിയിരിക്കുന്ന കർത്തദാസന്മാരായ ഞങ്ങൾക്ക് ആർക്ക് സഭയിൽ സഭ വിലയ്ക്ക് മേടിച്ച ഒരുവനുണ്ട്, രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചവനുണ്ട്. അവനുമായിട്ടായിരിക്കണം നമ്മുടെ ബന്ധം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പലപ്പോഴും പ്രാർത്ഥിച്ച് പലരും വിടുതൽ പ്രാപിച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവമക്കളെ, നമുക്കതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. പ്രവർത്തിച്ച ഒരുവനുണ്ട്, അവൻ മാത്രം ഉയർത്തപ്പെടുവാൻ ഇടയായിത്തീരുന്ന അവസ്ഥയാണ് കർത്താവ് നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് സഭ ലോകത്തിൽ ആരുടെയും അല്ല. സഭയെന്ന് പറയുന്ന ഒന്നുണ്ട്, യൂണിവേഴ്സൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ കാണുന്ന ലോകത്തിലെ ഇന്ന് പേര് പറയുന്ന സഭകളൊന്നുമില്ല. സഭ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സഭയാണ്. ആ സഭയുടെ അംഗങ്ങളായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം അതിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് 1 Corinthians 12 അധ്യായത്തിൻ്റെ 13 വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് അവൻ പുതിയ നിയമസഭയുടെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി തീരുന്നുള്ള ഉപദേശത്തിനകത്ത് അല്പം പോലും മായം ചേർക്കുവാൻ ആരും തുനിയണ്ട. യേശു ക്രിസ്തുവിൻ്റെ സഭ അതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പുതിയ ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരായി മുൻപോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞാൻ 17-ാം തീയതി വരെ ഇവിടെ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വിഷയത്തെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ചോദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്പഷ്ടമായി വെളിപ്പാട് ലഭിച്ചില്ലാത്ത ഒരു കാര്യം ഞാൻ പറയത്തില്ല. ഊഹാബോധത്തോടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പുതിയ നിയമസഭ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ ഗണമാണ് എന്ന ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. സഭ എന്ന് പറഞ്ഞാൽ ചർച്ച്. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർക്ക് ബൈബിൾ സ്കൂൾ പഠിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് സാധാരണഗതി പ്രസംഗം കേട്ടുള്ളവർക്കറിയാം. ചർച്ച് എന്ന് പറഞ്ഞാൽ എക്ലീഷ്യ. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ വിളിച്ച വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. പിന്നെ സഭ എന്താണെന്ന് ഇന്ന് പലർക്കും പലപ്പോഴും അറിയാൻ വയ്യാത്തൊരു ഗതികേടിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. വേർതിരിക്കപ്പെട്ടവരുടെ സംഘം, ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ് സഭ. അല്ലാതെ ലോകത്തോടെ മിങ്കിൾ ചെയ്ത് പോകുന്നവരുടെ സംഘമല്ല സഭ. ലോകത്തു നിന്ന് വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ് ദൈവത്തിൻ്റെ സഭ. ഇന്ന് എന്നെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ വചനവും നിങ്ങളൊന്ന് ശോധന ചെയ്തു കൊള്ളണം. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനെന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ ലോകവുമായിട്ട് മിങ്കിൾ ചെയ്ത് ലോകവുമായി ഇഴുകിച്ചേർന്ന് പോകുന്ന അവസ്ഥയാണെങ്കിൽ അത് പരാജയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥമായ സഭ വേർപാട് പാലിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അശുദ്ധിയിൽ നിന്ന്, അശുദ്ധമായ ആരാധനയിൽ നിന്ന്, പാപജീവിതത്തിൽ നിന്നൊക്കെയും വേർപാട് പാലിച്ച് ലോകത്തോട് അനുരൂപരായി പോകാതെ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി പോകുന്നവരാണ് കർത്താവിൻ്റെ സഭ. അത് പിന്നാലെയുള്ള തെളിവുകളിൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ പുതിയ നിയമത്തിൽ സഭ എക്ലീഷ്യ എന്നുള്ള പദത്തിന് അവിടെ വേർതിരിക്കപ്പെട്ടവരുടെ ഗണമെന്ന് പറയുന്നെങ്കിൽ, പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കാര്യം സംഖ്യാപുസ്തകം 6-ാം അധ്യായം എളുപ്പമെളുപ്പം ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ അവിടെ കാണും. ദൈവത്തിന് വേണ്ടി ഒരു വ്രതത്തിൽ കൂടി വേർതിരിക്കപ്പെട്ടവരുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം വീക്ഷിക്കുമ്പോൾ മതിയായി. നാസിർ വ്രതം, നാസറൈറ്റ് എന്ന വാവ്, ദൈവത്തിന്റെ സ്തോത്രം, ദ വാവ് ഓഫ് നാസറൈറ്റ്. നാസിർ വ്രതം എന്ന വിശേഷവിധിയായ വ്രതമനുഷ്ഠിപ്പാൻ ദൈവങ്ങൾ അവിടെ പറയുന്നത് യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്നവർ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് സമ്പൂർണ്ണമായി പറയാൻ കഴിയും
ഞാൻ യഹോവയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്രതസ്ഥനാണെന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ധൈര്യം വേണം കേട്ടോ ദൈവമക്കൾക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് കൊലോസ്യർ ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നത്, കൊലോസ്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എളുപ്പമൊന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം അവിടെ പറയുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. വൃതന്മാരെന്നുള്ളതിനെ ഇലക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്റ്റഡ് വൺ, വൃതസ്ഥനായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് ഇലക്റ്റഡ്. ദൈവത്തിന് വൃതന്മാരും പിന്നെ പ്രിയരുമായി അത്ര മതി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം സഭയാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെയോ ദൈവത്തിനായിട്ട് നിങ്ങൾ വേർതിരിക്കപ്പെടുമ്പോഴാണ് ഈ നിങ്ങളെ ദൈവത്തിന്റെ സഭയായി കർത്താവ് കണക്കാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ആകയാൽ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി വിശ്വാസികളോട് ഞാൻ ആദ്യം ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ? പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുമായി നമുക്ക് യഥാർത്ഥമായി ഒരു വ്യത്യാസമുണ്ടോ? ഒന്ന് ശോധന ചെയ്യേണ്ട കാലത്തിലായി. യേശു വരാറായി. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ശത്രുവാകുന്ന പിശാച് ജീവിതങ്ങളെ വഞ്ചിച്ച് അവൻ ദൈവമായിട്ടുള്ള കർത്താവുമായിട്ട് നമ്മുടെ ഏകാഗ്രത നമ്മുടെ ഹൃദയത്തെ തെറ്റിച്ച് ഈ ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന അപകടം പിടിച്ച ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ എപ്പോഴും ശോധന ചെയ്യണം, എപ്പോഴും പറയണം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയ്ക്ക് ഒരു വ്രതസ്ഥൻ. ഇത് പറയുന്ന ദൈവമക്കളെ ഈ അന്ത്യകാലത്ത് വളരെ ആവശ്യമാണ്. നിങ്ങൾ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെന്ന് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ധൈര്യം വേണം. അത് ദുബൈയിലായാലും കൊള്ളാം, ഇനി ലോകത്തിൻ്റെ ഏത് അമേരിക്കയിലായാലും കൊള്ളാം. ഒരു പ്രാവശ്യം കർത്താദാസൻ പറഞ്ഞു, അമേരിക്കക്കാർക്കും ദുബൈക്കാർക്കും അല്ലെങ്കിൽ ഗൾഫുകാർക്കും ഇന്ത്യക്കാർക്കും ലോകത്തുള്ള സകലർക്കും ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ. ഈ പ്രമാണത്തെ മുറുകെ പിടിക്കുവാൻ സാഹചര്യത്തിനടുത്ത് അനുസരിച്ച് വ്യാഖ്യാനിച്ച് ഒരു മജോറിറ്റി അപ്ലോസ് കിട്ടേണ്ടതിന് വേണ്ടി ഇഷ്ടം പോലെ പറയുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. കർത്താവിന് ആവശ്യം ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തതായ ഒരവസ്ഥയിൽ ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ തയ്യാറുള്ള ദൈവമക്കളെ ഓർമ്മ സ്തുതിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വെറും ടെമ്പററിയാണ്, വെറും താൽക്കാലികം മാത്രമാണ്. ഇത് തീരും, ഞാൻ വേഗം പറന്നു പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്നുള്ളതായ ഒരു ഉറപ്പും ധൈര്യവും എക്കാലത്തും നമുക്കുണ്ടായിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ ദൈവമകളെ, നമുക്ക് ഒരു കമ്പനിയുടെ ഒരു ഉയർന്ന സ്റ്റാറ്റസ് എത്തി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ധൈര്യമുണ്ട്. ഐ ആം സോ ആൻഡ് സോ സച്ച് ആൻഡ് സച്ച് പേഴ്സൺ, ഞാൻ ഇപ്രകാരമുള്ളൊരു വ്യക്തിയാണെന്നുള്ള അവനൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെയാണ് ചോദിക്കുന്നു, അതിലേക്കും ഉന്നതമായ ഒരു സ്ഥാനം സ്വർഗസ്ഥനായ സകല പ്രപഞ്ചങ്ങളെ നിർമ്മിച്ച വല്ലവനാകുന്ന കർത്താവിൻ്റെ മക്കളാകുന്നു എന്ന് പറയുന്നതിൽ കൂടുതൽ ഒരു ഹൈ പൊസിഷൻ ലോകത്തിൽ വേറെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ള കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചുമ്മാതൊരു ജോലി കിട്ടാനോ വീസ പ്രശ്നം മാറാനോ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. നീ കർത്താവിനെ നീ രക്ഷിതാവും ദൈവമായിട്ട് അംഗീകരിച്ച് നിന്നെ തന്നെ കർത്താവിനായിട്ട് വേർതിരിക്കപ്പെടുന്നുവെങ്കിൽ അവിടെയാണ് കർത്താവ് നിന്നെ അംഗീകരിക്കുന്നുള്ള കാര്യം അറിയാതിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്നോട് ഞാൻ പറഞ്ഞേക്കാം, കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ പോലും വെടിഞ്ഞ് താൻ പിതാവിനോടുള്ളതായ സമത്വം പോലും വേർപെട്ട് നമ്മെ തേടി വന്നതിലേക്ക് ദർശനം പ്രാപിച്ചാൽ നീ പറയും, ലോകത്തിൽ ആരെല്ലാം എന്നെ കൈവിട്ടാലും ആരെല്ലാം എന്നെ തള്ളിയാലും ഈ കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉറപ്പും ധൈര്യവും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പിന്നെ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തില്ല? വേർതിരിക്കപ്പെട്ടവരാണ്. അങ്ങനെ വേർതിരിക്കപ്പെട്ടവർ പഴയ നിയമത്ത് ഈ പഴയ നിയമ ഇസ്രായേലിനോട് പറയുമ്പോൾ 3 കാര്യം ഒരു നാസറേറ്റ്, ഒരു നാസർ വ്രതക്കാരൻ അനുഷ്ഠിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ആ 3 കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ 2-ാം വാക്യമായി സംഖ്യാപുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം.
ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീവ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം എന്ന് ഒരു, പിന്നെ അതിന് 4-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നത് തന്റെ ദാസീവ്രത കാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നും അവൻ തിന്നരുത്. മുന്തിരിയുടെ യാതൊരു അനുഭവവും അവൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരുവൻ അത് ഈ കുടിക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ ചില സഹോദരന്മാർക്ക് അനുഭവം ഉണ്ടല്ലേ. സോ അതെന്തിനാ? വല്ലതും വഴക്കുണ്ടാക്കാനും, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ചില പ്രവൃത്തിക്കൊരു കാര്യം വേണ്ടാത്തതൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം ലഭിക്കത്തുള്ളൂ. പലരും പറഞ്ഞു കേട്ടുണ്ട്, ഞാൻ തുള്ളി വിട്ടേച്ച് കേട്ട് ഇന്നവരോട് വഴക്കുണ്ടാക്കാൻ. പിന്നെ ആ കുടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ സുബോധം നഷ്ടപ്പെടും. സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവൻ കുടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഇവൻ്റെ സുബോധം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും അവർ ഇടപെടും. ദൈവമക്കളെ, നമ്മുടെ സുബോധം നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ സുബോധമുള്ളവരാന്ന് കണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ഞാനൊരു ലേഖനത്തിൽ ഇങ്ങനെ വായിച്ച ഒരു സൈക്കോളജിസ്റ്റ് പറയായിരുന്നു, ഈ ലോകത്തിലെ 90% ആൾക്കാരും ഭ്രാന്തന്മാരാണ്. നമ്മളാരും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു സർക്കിൾ അതിനെക്കുറിച്ച് വരച്ചേച്ചാൽ, ഈ ഇൻ്റലിജൻസ് എന്നുള്ളതിനെക്കുറിച്ച് സർക്കിൾ വരച്ചേച്ച് പറയുകയാണ് 90% ആൾക്കാരും ഭ്രാന്തന്മാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര ഭ്രാന്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കോപം വന്നു കഴിഞ്ഞാൽ ഭ്രാന്തന്മാരാകുന്നവരില്ലേ? സ്തോത്രം. കോപിച്ച ഭ്രാന്തന്മാരാകും. ഇനി ഈ ലസ്റ്റ് ഓഫ് മണി, ദ്രവ്യാഗ്രഹം കൂടിയാൽ അവർ സുബോധം നഷ്ടപ്പെടും. ഈ സുബോധം നഷ്ടപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവൻ്റെ കാശ് എങ്ങനെ വേണം അകത്ത് കയറ്റേണ്ടത്, അതിനുള്ള വാഞ്ചയോടെ മുമ്പോട്ട് പോകും. ഏത് സൂത്രം ചെയ്തായാലും, ആരെ കബളിപ്പിച്ചായാലും, ചില ദൈവമക്കളെന്ന് പറയുന്നവർ പോലും പണത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ സുബോധമൊക്കെ നഷ്ടപ്പെടും. സുബോധം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമായിട്ടുള്ള ബന്ധം പാലിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം ഉയർത്തുന്നു നോക്കുന്നു. പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തുണ്ടാകണം? അവർക്ക് എപ്പോഴും സുബോധമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഓരോരുത്തനെയെങ്കിലും കളിപ്പിച്ച് കുറേ പണം എടുത്ത് പോക്കറ്റിടാൻ അവൻ ആഗ്രഹിക്കത്തില്ല. നിർമ്മലതയോടെ അവൻ ജീവിക്കും. അതാണ് സുബോധത്തിൻ്റെ ഒരു ലക്ഷണം. ഈ ലസ്റ്റ് ഓഫ് മണി ഉണ്ടായാൽ സുബോധം ചിലർക്ക് നഷ്ടപ്പെടും. ലസ്റ്റ് ഓഫ് ഫ്ലഷ് ഉണ്ടായാൽ, എന്തിന് ചെറുപ്പക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഫ്ലഷിൻ്റെ ലസ്റ്റ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സുബോധമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണത്തിൽ നിൽക്കുവാൻ, നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി വിശുദ്ധമാണെന്നുള്ള യഥാർത്ഥമായ ഉൾബോധമുണ്ടെങ്കിൽ, ദൈവമക്കളോട് തന്നെ ഞാൻ പറയുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു അന്യസ്ത്രീയെ കാണുമ്പോഴും ഒരു അന്യപുരുഷനെ കാണുമ്പോഴും നീ അന്യമായ ഒരു ചിന്ത വരികയില്ല, സുബോധമുണ്ടെങ്കിൽ. അതുകൊണ്ടാണല്ലോ മലാഖ്യപ്പൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, സുബോധമുള്ള ഒരു മനുഷ്യൻ പോലും തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കത്തില്ല. പിന്നെ അവിശ്വസ്തത കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിന്റെ സുബോധം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതായത് നിന്റെ ഫ്ലഷിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹം കയറി ആ ജഡത്തിൻ്റെ ആഗ്രഹത്തിന് നിന്നെ സബ്മിറ്റ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നീ സുബോധം നഷ്ടപ്പെട്ട്, ദൈവീക ബോധം പോലും നഷ്ടപ്പെട്ട്, പലപ്പോഴും പല ദോഷപ്രവൃത്തികൾക്ക് നീ അടിമയായിത്തീരുന്നു. അങ്ങനെയുള്ള എന്നെ പ്രിയമുള്ളവരെ, നിനക്ക് മാനസാന്തരത്തിൽ ഇവിടം തരുമ്പോൾ നീ മാനസാന്തരപ്പെട്ടാൽ നീ ഭാഗ്യവാനാണ്. നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്ന അങ്ങനത്തെ ലസ്റ്റ് ഓഫ് ഫ്ലഷ് വരരുത്. അതുപോലെ ക്രോധം, പക കയറി കഴിഞ്ഞാൽ കൊലപാതകം വരെ നടത്താൻ പലപ്പോഴും ശ്രമിക്കുന്നവരുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബോധം നഷ്ടപ്പെട്ടു. തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ 2-3 വാക്യം എളുപ്പമൊന്ന് വായിച്ചാട്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 1-നുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, നീയോ മധ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും. വൃദ്ധന്മാർക്കെല്ലാം എന്ത് വേണം? സുബോധം വേണം. ചില വൃദ്ധന്മാരായി കഴിഞ്ഞാൽ ഒരു സുബോധവും ഇല്ല. പിന്നെ അവർ പറയുന്ന വാക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് അതറിയപ്പെട്ടു. വൃദ്ധന്മാർ സുബോധമുള്ളവരായിരിക്കണം. ഇനി അത് ബാക്കിയുള്ള വിശദീകരിക്കും ഞാൻ ഒറ്റ വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് വാക്യം പറയുന്ന അങ്ങനെ തന്നെ വൃദ്ധന്മാരും. പിന്നെ വൃദ്ധന്മാർക്കും എന്ത് വേണം? ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ഓർത്ത് വേണം, ഈ പ്രായം ചെല്ലുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടു പോകില്ലേ? ദൈവത്തെ സ്തോത്രം.
പിന്നെ വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും. പിന്നെ ഈ സുബോധം അതിനകത്തുണ്ട്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അത് സുബോധമുണ്ട്. ഇനി 4-ാം വാക്യം എന്ന് വായിച്ചിട്ട്, ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളും ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും. അവിടെയും പറഞ്ഞിരിക്കുന്നത് സുബോധമുള്ളവരായിരിക്കണം. പിന്നെ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വരും അവിടെ പറഞ്ഞു നോക്കിയാട്ട്, യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കാൻ. അങ്ങനെ വൃദ്ധന്മാർ സുബോധമുള്ളവരായിരിക്കണം, വൃദ്ധന്മാർ സുബോധമുള്ളവരായിരിക്കണം, യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കണം, യൗവനക്കാരത്തികൾ സുബോധമുള്ളവരായിരിക്കണം. ഇത്രയും സുബോധമുള്ളവരാണെങ്കിൽ ദൈവസഭയ്ക്ക് അത് പിന്നെ പ്രശ്നവുമില്ല. ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് സുബോധം നഷ്ടപ്പെടുമ്പോഴാണ്. ഇച്ചിരി പണമൊക്കെ കൂടി കഴിയുമ്പോൾ ചിലരുടെ സുബോധമൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഞങ്ങളെ ആരും നടത്താൻ വേണ്ട, ഞങ്ങൾ ഇനി നടത്തിപ്പുകാരെ നടത്താൻ പോകുന്ന പുള്ളികളാവും. അതെന്താ വെച്ചാൽ സുബോധം നഷ്ടപ്പെടുന്നതിൻ്റെ കുഴപ്പമാണ്. ദൈവമക്കളെ, ഈ പണം കണ്ടാൽ നിന്റെ സുബോധം നഷ്ടപ്പെടരുത്. നീ ആരാണെന്നുള്ള യഥാർത്ഥമായ ഉൾബോധം നിനക്കുണ്ടായിരിക്കണം. നീ എവിടുന്ന് ദൈവം നിന്നെ ഉയർത്തിയെന്നുള്ള ഒരു ബോധം നിനക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീ സുബോധം നഷ്ടപ്പെട്ടവനാണ്. സുബോധം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രമാണം വിട്ടുപോകുന്നത്. സുബോധമുള്ളൊരു സഭയാണെങ്കിൽ അവിടെ നല്ല ചിട്ടയുള്ള ജീവൻ നയിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ആവശ്യമില്ലാത്ത വഴക്കുകളും, അയ്യോ ദൈവമേ, ചിലർക്ക് ഈ ചില കമ്മിറ്റി മീറ്റിങ്ങൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യമൊക്കെ കണ്ടാൽ അന്നേരം ഇവിടുന്ന് ചീറും, കൈയൊക്കെ ചുരുട്ടും. ഇതൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ കൈ ഉരുട്ടാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ സുബോധമുള്ള നല്ല ചെയ്യുമോ? സ്തോത്രം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഒരു മാനസാന്തരം യുഎയിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ദുബൈയിലും ഷാർജയിലും പരിസരമുള്ള ദൈവമക്കളോട് പറയട്ടെ, യഥാർത്ഥമായ ഒരു മാനസാന്തര ജീവിതം ഈ നാളുകളിൽ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർക്ക് ഉണ്ടായേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുബോധം നഷ്ടപ്പെടുന്നു ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ വരാതെ വേണം സൂക്ഷിച്ചുകൊള്ളുക. ഇനി അതിന്റെ 13-ാം ഒന്ന് വായിച്ചാലോ? അതിന്റെ 13-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അതിന്റെ 12-നോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് അവിടെ തുടങ്ങുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊള്ളുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുന്നവരായിരിക്കണം. ഭക്തികെട്ട ജീവിതം അവർ ഇഷ്ടപ്പെടുന്നവരല്ല, ഭക്തിയുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പ്രപഞ്ചമോഹങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല, പ്രപഞ്ചമോഹങ്ങളെ വെറുക്കുന്നവരായിരിക്കും. അത് വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നിങ്ങൾ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന്. ഈ പ്രാവശ്യത്തിൽ നമ്മുടെ കൺവെൻഷൻ ദൈവമക്കളെ, ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ജീവിതത്തിലൊരു പുതുക്കപ്പെട്ട തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിൽ ആരാധിക്കുന്നു നിങ്ങൾ പറഞ്ഞാലും ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെടുന്ന വല്ല വിഷയം വന്നാൽ അപ്രകാരമുള്ള അവസ്ഥകളെ വിട്ടുപിരിഞ്ഞ് ഈ നാളിൽ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ സുബോധമുള്ളവരായിരിക്കാൻ തകണം. ധാരാളം വാക്യങ്ങൾ അതിന്റെ പിന്നാലെ എടുക്കാനുണ്ട്. സമയ ചുരുക്കത്തെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവമേ, എൻ്റെ സുബോധം നഷ്ടപ്പെടുന്ന, എൻ്റെ ദൈവിക ബോധം നഷ്ടപ്പെടുന്ന, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു ചെറിയ ജീവിതം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിവുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാൾ അതിനുള്ള പ്രത്യാശയാണ് നമ്മൾ നിറയപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ 6 മണിക്കൂറിന് കഴിയുമെന്ന് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥനയോടായിരിക്കാം. തുടർന്ന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ നമ്മൾ സുബോധത്തെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവമക്കൾക്ക് പുതിയ നിയമ ദൈവസഭയ്ക്ക് എക്ലീഷ്യ വേർതിരിക്കപ്പെട്ടവർക്ക് പഴയ നിയമത്തിലെ ഒരു നാസറൈറ്റിൻ്റെ വ്രതം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ് അവൻ സുബോധമുള്ളവനായി. സുബോധത്തോടെ ബന്ധത്തിൽ ചില കാര്യം ഓർപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം എടുത്താട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ നിന്ന് ഒരു ചെറിയ കാര്യം ഓർപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾ പിന്നെ വായിച്ചോളാം. അപ്പോൾ സുബോധം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ സാധാരണ പ്രോഡിഗൽ സൺ അഥവാ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കണക്കിന് നോക്കിയാൽ അവൻ മുടിയനായിരുന്നെങ്കിലും
മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ശേഷവും പിന്നെയും മുടിയെന്ന് വിളിക്കുന്ന ഇച്ചിരി കഷ്ടപ്പെട്ട ഇച്ചിരി പ്രയാസം. അവൻ മുടിയൻ പുത്രനായിരുന്നെങ്കിലും അവൻ പിന്നത്തേതിൽ അവൻ മാനസാന്തരപ്പെടുവാനിടയായി. അങ്ങനെ മുടിയൻ പുത്രന് അവന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പന് അവൻ ചെല്ലേണ്ട ഷെയർ വാങ്ങിച്ച്, എനിക്ക് ആ ഇളയ മകനെക്കുറിച്ച് എനിക്കൊരു വലിയ സന്തോഷമുള്ളത് പറയാം. അപ്പൻ്റെ അവകാശം പ്രാപിക്കുവാൻ ഒരു ഉത്സാഹമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ പിതാവ് നമുക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിപ്പാനുള്ള അതിവാഞ്ചമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? നമ്മൾ എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെട്ടു, പിന്നെ ചിലരെ പേടിച്ച് സ്നാനപ്പെട്ടവരുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം സെക്കൻഡറാബാദിൽ ചെന്ന് ഒരു സ്നാനം നടത്തിയപ്പോൾ അവിടെ ഒരു 52 പേര് സ്നാനപ്പെടാനുണ്ട്. ഒരു 70 പേരോളം ഉണ്ടായിരുന്നു. ഉപദേശം പഠിപ്പിച്ച് കഴിഞ്ഞപ്പം പലരും പുറകോട്ടങ്ങ് മാറി. സ്നാനപ്പെടാൻ വന്ന വീടുകളുടെ കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. എല്ലാം തെലുങ്കരാണ്. ഈ മലയാളി സ്നാനപ്പെടാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയല്ലേ, നിങ്ങൾ പിന്നെന്താ സ്നാനപ്പെടാൻ നേരം ചോദിച്ചു. പറഞ്ഞു, അയ്യോ ഞാൻ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഭാവിയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, പിന്നെ അങ്ങനെ സ്നാനപ്പെട്ടതെന്തിനാ? അത് എന്നോട് പറഞ്ഞു, കോടാലി തലയ്ക്ക് മീതെ നിൽക്കുന്നു, അത് വീണ് നീയും നിൻ്റെ കുടുംബം നശിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. കോടാലി പോട്ടെന്ന് വേണ്ടി സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ ചിലർ ഇങ്ങനെ വലിയ പ്രവാചകന്മാരൊക്കെ വന്ന് വല്ലതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സ്നാനപ്പെടുത്തുന്നവരുണ്ട്. ഈ സ്നാനമൊന്നും സ്വർഗ്ഗം അംഗീകരിക്കത്തില്ല. നീ പുറമേ, ഞാൻ ചോദിച്ചു, പുറമേ പറഞ്ഞില്ലയോ ഞാൻ കർത്താവായ യേശുവിനെ രക്ഷ? എന്നോട് പറഞ്ഞു ചോദിച്ചപ്പം വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു. അല്ലാതെ എനിക്കെന്താ? സാക്ഷി പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് വാചകം പറഞ്ഞു, ഞാൻ വാചകം പറഞ്ഞു. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ന് കേട്ടപ്പോഴാണ് ഞാൻ മാനസാന്തരപ്പെട്ടി ദൈവത്തിനായി ജീവിക്കാൻ പോകുന്നു. ഇങ്ങനെ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. നീ സ്നാനപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനത്തിലെ ഏറ്റവും വലിയ 2 വാഗ്ദത്തങ്ങൾ, ഒന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കുന്നത് വാങ്ങി അയച്ചിരുന്നു. ലൂക്കോസ് 24:48 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നോട് കേട്ട് എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. വിശ്വാസികളാണ് ദൈവമക്കളെ, കർത്താവ് വളരെ നിർബന്ധമായി, സ്നാനം പോലെ തന്നെ നിർബന്ധമായി പറഞ്ഞൊരു വിഷയമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഇവിടെയുള്ള ദൈവമക്കളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ എന്ത് വില കൊടുത്തായാലും നമ്മൾ സമയത്തെ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ഓർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ മുമ്പ് സമയമില്ലല്ലോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം, യാതൊരു സംശയമില്ല. റോമർ 8:11 പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. കാഹളനാദം കേൾക്കുമ്പോൾ നമ്മുടെ മർത്യ ശരീരം ക്വിക്കൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ മർത്യ ശരീരം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് സദാകാലവും വധിച്ചുകൊണ്ടിരിക്കണം. വല്ലപ്പോഴും വന്നും പോയി കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ല നമുക്ക് വേണ്ടത്. ആരാധിക്കാൻ വരുമ്പോൾ മാത്രമുള്ള ആത്മനിറവല്ല നമുക്ക് വേണ്ടത്. ഞാൻ വഴി നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മനിറവന്റെ ജീവിതം പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 63-64 വർഷങ്ങളിൽ ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൽ, ഞാൻ നേവൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ സയൻറ്റിസ്റ്റിനും പ്രത്യേകം ഇൻഡിപെൻഡൻറ്റ് ലബോറട്ടറിയാണ്. റിക്രിയേഷൻ ടൈം വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി, മറ്റുള്ളവരെല്ലാം റിക്രിയേഷൻ ക്ലബിൽ പോയി തമാശയും പറഞ്ഞ് കളിയും പറഞ്ഞ് 1/2 മണിക്കൂർ അവരങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ ഏകനായിട്ടിരുന്ന് അന്യഭാഷകൾ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സമയങ്ങളിൽ അതിലൂടെ കടന്നു പോകുന്ന എൻ്റെ ബാക്കിയുള്ള കൂട്ടുപ്രവർത്തകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ എന്താ പോയി, ഞങ്ങളൊക്കെ അവിടെ റിക്രിയേഷൻ റൂമിലൊക്കെ പോയി ഞങ്ങൾ സന്തോഷം അനുഭവിക്കും, സാറെന്താ സാറേ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഏതാണ്ട് പിറുപിറുത്തുണ്ടൊക്കെ ഇരിക്കുന്നു ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പിറുപിറുക്കല്ല, ഐ ആം സ്പീക്കിംഗ് ടു മൈ ലോർഡ്. എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഇവിടേക്ക് ദൈവങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തോട് സംസാരിക്കുന്ന സന്തോഷമുള്ള ദൈവമക്കളുണ്ട്. നിങ്ങളുടെ അലേരിയ കേട്ടിട്ട് എനിക്ക് സന്തോഷം വരുന്നില്ല. ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ധൈര്യമുണ്ട്. ഐ ആം സ്പീക്കിംഗ് ടു മൈ ലോർഡ്. എൻ്റെ കർത്താവിനോട് ഞാൻ സംസാരിക്കുന്നു. മാത്രമല്ല എന്താ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവർക്ക് ആത്മീയ വർധന ഉണ്ടാകുവാനിടയായിത്തീർന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ദൈവമക്കളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഈ മുടിയനായ പുത്രൻ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ
ആ വ്യക്തി, ആ ഇളയ മകൻ അപ്പനോട് ചെന്ന് അവൻ്റെ അവകാശം ചോദിച്ച് മേടിച്ചു. സ്തോത്രം. ചേട്ടന് വീട്ടിൽ പാർക്കുക, അവന് അവകാശം കിട്ടണമെന്നില്ല, വീട്ടിൽ ഇറങ്ങാൻ പാർത്താൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും പാർത്താൽ പോരാ, എൻ്റെ അവകാശം എനിക്ക് പ്രാപിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവകാശത്തിനായി മല്ല് ചെയ്യുന്ന ദൈവമക്കൾ. അതുകൊണ്ടാണ് സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വന്തം ഒരു ശബ്ദമായി നിങ്ങൾ ഇതിനെ കൈക്കൊള്ളാതെ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ ഇതിനെ കൈക്കൊള്ളുന്നെങ്കിൽ ഇതിനെ കേൾക്കുന്ന എല്ലാവരും ഈ ദിവസങ്ങളിൽ വാഞ്ചോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഗുണമണിയായിത്തീരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാത്മല്ല, ആത്മനിറവിൻ ജീവിതത്തിലേക്ക് നിന്നെ എപ്പോഴും സമർപ്പിക്കും. ഒരു ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ സമയങ്ങളെ വേർതിരിച്ചിരുന്ന് ഒരു അരമണിക്കൂറെങ്കിലും ആത്മാവ് നിറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിന്റെ അനേക ഭാരങ്ങൾ, നിന്റെ അനേക പ്രശ്നങ്ങൾക്ക് അവിടെ ഉത്തരം ലഭിക്കാൻ ഗുണമണിയായിട്ട് ദൈവത്തിന് സ്വന്തം. നിന്റെ ശരീരത്തിന്റെ കേട്, ഞാൻ പറയുന്ന ശരിയായിട്ട് ആത്മാവ് നിറഞ്ഞ് കർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ ആശുപത്രികളൊന്നും പോകേണ്ടി വരത്തില്ല. നിന്റെ കാശൊന്നും കൊണ്ട് ആശുപത്രിക്കാർ കൊടുക്കേണ്ടി വരത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആത്മനിർഭര ജീവിതം വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ നിർജ്ജീവത്വങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ജീവന്റെ വ്യാപാര ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ പിന്നെ ബന്ധനമൊന്നും അവശേഷിക്കത്തില്ല. ചിലത് പിന്നെയും പറയുന്ന പെന്തിക്കോസുകാരെ പോലെ ബന്ധനം പേടി വേറെ ആർക്കും ഇല്ല. ഉദരം ബന്ധനമുണ്ട്, പോരാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് ഇരിക്കുക. ഇന്ന് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ പൈശാചിക പോരാട്ടമല്ല ഞങ്ങളെ ഞാൻ എവിടുന്ന് കിട്ടിയ ഒരു അഭിപ്രായമാണ്. പ്രവാചകന്മാർ എന്ന് പറയും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പോരാട്ടം തിരിച്ചടിച്ചതാണ്. ദൈവത്തിൻ്റെ കൃപയാ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയല്ല. കഴിഞ്ഞ 36 വർഷം കൊണ്ട് പൂർണ്ണ സുവിശേഷ വേല ചെയ്യുന്നു. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനേക പൈശാചിക പോരാട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പോരാട്ടം പോലും തിരിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല. എനിക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ ദൈവമക്കളെ, രക്തത്താൽ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ ക്രിസ്തുവിലാക്കിയിരിക്കുന്ന ദൈവജനത്തിന് ഇനി പോരാട്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ശക്തിയില്ലാത്ത ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നീ ശക്തിയില്ലാത്ത പരിശുദ്ധാത്മാവിനാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നെങ്കിൽ ഒരു ശക്തിയും നിന്റെ അടുക്കലടക്കത്തില്ല. ആ വിശ്വാസമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കൾ, ഈ നാളുകളിൽ ശത്രുവിനെ ജയിക്കുന്ന ഒരു വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിയാകമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഇന്ന് രാത്രി തീരുമാനത്തിലേക്ക് വരാമെങ്കിൽ നിന്റെ പോരാട്ടത്തിന് ഇന്ന് രാത്രി തന്നെ വിടുതൽ ലഭിപ്പാതകണം ഇടയായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നെന്ന് പറയുന്ന പോലെ നിന്റെ മേൽ ദൈവത്തിന്റെ വ്യാപാരശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ അന്യായ ബന്ധങ്ങൾ അഴിഞ്ഞു മാറുവാൻ, നീ വാസ്തവമായി സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഇടയായിത്തീരുന്ന അവസ്ഥ പ്രാപിപ്പാൻ കഴിയിത്തീരും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. ആത്മാവിൽ ദൈവശക്തിയിൽ നിങ്ങൾ കാക്കപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ അവൻ പ്രാപിച്ചു, പക്ഷെ പ്രാപിച്ചേച്ച് പിന്നെ വേണ്ടാതെ കൊണ്ട് ചെലവഴിച്ചു എന്നുള്ളതാണ് അവൻ്റെ ഭാഗത്തെ പരാജയം. അതെല്ലാം കഴിഞ്ഞു. അവൻ അന്യദേശത്ത് പോയി പാർത്തു. അന്യദേശത്ത് പോയി പാർക്കുമ്പോൾ അവൻ്റെ സകലതും നഷ്ടപ്പെട്ടു. പ്രാപിച്ചതെല്ലാം നഷ്ടപ്പെട്ട ശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ മഹാ കഷ്ടതയിലായി. പന്നിയുടെ വാളവരെ പോലും തിന്നുവാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇപ്പം ഈ ദുബൈയിലൊക്കെ വന്നിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. ഇവിടെ വന്ന് അനുഭവിച്ച അവരുടെ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഓർത്താൽ, ഓരോരുത്തരുടെ ചരിത്രം പഠിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പം ഇച്ചിരി ഉന്നതമായ നിലവാരത്തിലൊക്കെ വന്നാലും ആരംഭകാലങ്ങളിൽ ഇവിടെ വന്ന് കഷ്ടം അനുഭവിച്ച് ഓർത്താൽ ഒരു കണക്കിന് നോക്കിയാൽ നിങ്ങളൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സുഖകരമായ അവസ്ഥയിൽ ജീവിതം ആരംഭിച്ചവർ വളരെ ചുരുക്കം വരെ ഉള്ളൂ. മറ്റവരെല്ലാം ഇവിടെ വന്ന് വളരെ കഷ്ടമനുഭവിച്ച്, വളരെ പട്ടിണി കിടന്ന്, വളരെയധികം ഞെരുങ്ങി ജീവിച്ചാണ് പിന്നത്തെ ദൈവം അവരുടെ സ്ഥിതിക്ക് അവർക്ക് മാറ്റമൊക്കെ കൊടുത്ത് ഇപ്രകാരമുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഏതായാലും ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഇവിടെ ഈ ഇളയ മകൻ അവൻ സകലവും ചെലവാക്കിയ ശേഷം അവൻ ഏകനായി, അവൻ ഒന്നുമില്ലാത്തവനായി, എല്ലാവരും തള്ളപ്പെട്ടവനായി തീർന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി ആരെങ്കിലും അപ്രകാരം അന്തരീക്ഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിന്റെ ശൂന്യത മാറ്റുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തുമ്പിൽ താഴ്ത്തുവാൻ മനസ്സ് വെച്ചാൽ നിന്റെ ശൂന്യത മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവർ ചെയ്യുന്ന വിഷയമാണ് മുമ്പേ വായിച്ചത്.
വായിച്ചാട്ട് 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കും, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. സുബോധം വരുന്നതിനാൽ ഉണ്ടായ രണ്ട് കാര്യം. യു വിൽ ഫസ്റ്റ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ ഫാദേഴ്സ് പൊസിഷൻസ്. നിന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്ത വരും. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്നത്തെ അനേക വിശ്വാസികളും ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രദ്ധയിട്ടിരിക്കുക. എത്ര പേര് അപ്പന്റെ ഭവനത്തെ കുറിച്ച് ദിവസവും ചിന്തിക്കുന്നവരുണ്ട്? അത് ആർക്കേ ചിന്തിക്കാൻ ഒക്കത്തുള്ളൂ? സുബോധം വന്നവർക്ക്. സ്തോത്രം. ഇന്ന് മാനുഷിക സ്വഭാവത്തിൽ മുൻപോട്ട് പോയി, അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ മൃഗപ്രായരായ മനുഷ്യൻ എന്ന് പറയുന്നത്, ഈ മനുഷ്യ താൽക്കാലികമാകുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നവരെ അല്ല വേണ്ടത്. സുബോധം വരുമ്പോൾ ഹി വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഹിസ് ഫാദേഴ്സ് പ്ലേസ്. സ്വർഗത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് സാക്ഷാ സുബോധം പ്രാപിച്ചത്. സുബോധം വരുമ്പോൾ വിശേഷത എവിടെയാണ്? സ്വർഗത്തെക്കുറിച്ച് അപ്പന്റെ ഭവൻ. നമ്മുടെ അപ്പൻ ആരാണ്? നമ്മൾ പിള്ളേരെ പാട്ടൊക്കെ പഠിപ്പിക്കും. സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ടെന്നൊക്കെ പാട്ടൊക്കെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ അപ്പനുണ്ടെന്നുള്ള ധൈര്യമുള്ള യുവക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യുവക്കൾ ഒരു നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറ, സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് വെറുതെ പുറമേ പറയാനല്ല, നമുക്കൊരു അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. എൻ്റെ സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ സ്വർഗത്തിൽ അപ്പനുണ്ട്, സ്വർഗത്തിൽ അപ്പനുണ്ട്. അപ്പന്റെ അവകാശത്തെ, അല്ലെങ്കിൽ അപ്പൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ളതായ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ളതായ ഒരു ഉത്ബോധം വരും. അതാണ് സുബോധം വരുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം. ദൈവത്തിന് സ്തോത്രം. നീ സ്വർഗരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് വരെ അന്വേഷിപ്പാനായിട്ടുള്ള ചില കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നമുക്കറിയാം. ശൗലിന്റെ രാജാവിന്റെ കാര്യം അറിയാം. അപ്പന്റെ കഴുതകളെ കാണാതായ സ്ഥാനത്ത് ഇവന് അതിനെ തേടി ഇറങ്ങിയതാണെങ്കിലും അവസാനമായിട്ട് ശമൂവേലിന്റെ പക്കൽ നിന്ന് ഒരു അഭിഷേക തൈലം അല്ല അവന്റെ മേൽ പൂശപ്പെട്ട് അവന് മടങ്ങി വരുന്ന ഒരു രാജ്യത്വത്തിന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നവരുണ്ട്. വിവിധ കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയതിന്റെ ഫലമായി, യഥാർത്ഥ ദൈവദാസന്മാരിലേക്ക് കടന്നു വന്നതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലലിയ ഒരു പ്രത്യാശയുടെ അവസ്ഥ, ഒരു രാജ്യത്വം പ്രാപിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് രാജ്യം കേൾക്കുന്ന പ്രിയമുള്ളവരെ, അല്ലലുയ, നമുക്കൊരു രാജകീയ പൗരോഹിത്യം തരുന്നതായ അവസ്ഥയിലേക്ക് തന്നെ നടത്തുവാൻ ചില നാളുകൾ നിന്ന് കഷ്ടമനുഭവിച്ചു, ചില ശൂന്യതയിലേക്ക് നടത്തപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്നാൽ അതെല്ലാം പിന്നെ നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നയിച്ചെങ്കിൽ ഇന്ന് രാത്രി അപ്രകാരമുള്ള വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിപ്പാൻ തയ്യാറാകാം. നമ്മുടെ കർത്താവ് ലോകത്തിലുള്ള എല്ലാവരുടെയും അപ്പനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിയുടെ മാത്രം, പെന്തക്കോസ്തുകാരുടെ മാത്രമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, സകല ജാതി മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചവരാകിയാൽ നമ്മുടെ അപ്പൻ അല്ലെ ഏക സത്യ ദൈവമാകും, നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ പതുക്കെ അങ്ങ് കുറയുവാൻ്റെ കൊണ്ടം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ദർശനം ഇന്ന് രാത്രി പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ. ഏത് കഷ്ടതയിൽ ഇരിക്കുന്നവരായാലും, എനിക്ക് എവിടെ ഉദ്ധാരണം ലഭിക്കുമെന്ന് കരുതി ഭാരപ്പെടുന്നവരായാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നീ വരിക. നിന്നെ ആകർഷിക്കുന്ന ഒരു പിതാവ് അവിടെ ഉണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവുണ്ട്. മുമ്പേ നമ്മൾ പാട്ടുപാടി കേട്ടല്ലോ, സ്തോത്രം ചെയ്തപ്പോൾ കരുതുന്നവൻ ഞാനല്ലയോ. പ്രൈസ് ദി ലോർഡ്. കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ധൈര്യമുള്ള ദൈവമക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കായി കരുതുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ മുൻപോട്ട് വരട്ടെ. സുബോധം വന്നപ്പോൾ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്തയും ഇവന്റെ ശൂന്യതയെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് അവൻ ലഭിച്ചു. ഞാനോ ഇവിടെ വിശപ്പോട് വലയുന്നു. ദൈവത്തിന് അടുത്ത ബാക്കി മാറ്റാ. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട്. അപ്പനെ കുറിച്ചും അപ്പന്റെ ഭവനത്തെ കുറിച്ചും അപ്പന്റെ കരുതലിനെ കുറിച്ചുള്ളതായ യഥാർത്ഥമായി ദർശനം പ്രാപിച്ചാൽ, ഇന്ന് രാത്രി ആ ദർശനം പ്രാപിക്കാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, ഇന്ന് രാത്രി നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിനക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. നിനക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനടുക്കിലേക്ക് നീ വന്നാൽ സ്തോത്രം, അവിടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ മുടിയൻ പുത്രൻ പറയുന്ന, അല്ലെങ്കിൽ ആ ഇളയ മകൻ പറയുന്ന പദപ്രയോഗം നോക്കാട്ട്, ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇനി എൻ്റെ പഴയ അവസ്ഥയിൽ പഴയ സ്ഥാനത്ത് പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. എൻ്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല.
ഇന്ന് രാത്രി ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള തീരുമാനമുള്ള ദൈവമക്കളെ, എന്റെ തീരുമാനമുള്ള പ്രിയമുള്ളവരെ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തുടങ്ങുകയാണ്. ഞാൻ എഴുന്നേൽക്കും. രണ്ടാമതാവൻ പറഞ്ഞത് അപ്പന്റെ അടുക്കൽ ചെന്ന് എഴുന്നേറ്റ് എന്റെ ഇഷ്ടപ്രകാരം അല്ല പോകുന്നത്. ഐ വിൽ ഗോ ഓൺ ടു ദ ഫാദർ. ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് പോകും. ഇന്ന് രാത്രി നിന്നെ സ്നേഹിച്ച് നിനക്ക് ഇവിടെ തന്നെ ജീവനെ മറുപടിയായി കൊടുത്ത ഒരു സ്വർഗത്തിൽ അപ്പനുണ്ട്. യു ടേക്ക് ദ ഡിസിഷൻ. ഐ വിൽ ഗോ ബാക്ക് അൺടു മൈ ലോർഡ്. എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെയും ആ ദൈവവുമായിട്ട് നിനക്ക് അഭേദ്യമായ ഒരു ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ആ ബന്ധം രാത്രിയെ തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ അപ്പന്റെ അടുക്കലേക്ക് പോകും. ഇരിക്കുന്ന അവസ്ഥ ഇരുന്നാ പോരാ, സാഹചര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നാ പോരാ, എന്റെ ചുറ്റുപാടുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നാ പോരാ. എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഐ വിൽ ലീവ് ദിസ് പ്ലേസ് ആൻഡ് വിൽ ഗോ ടു മൈ ഫാദേഴ്സ് പ്ലേസ്. എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ പോകും. അടുത്ത വാക്യം. അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പന്റെ അടുക്ക് പോകുമ്പോൾ നെക്സ്റ്റ് നടക്കേണ്ട പരിപാടിയാണ് കൺഫെഷൻ ഓഫ് സിൻ. അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്യുന്നു. മനുഷ്യരോടും ദൈവത്തോടും, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പാകെ ദൈവത്തിന് മുമ്പാകെ ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുവാൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാനസാന്തരത്തിൽ ലഭിക്കുന്ന പാപബോധം എന്ന് പറയുന്നത് പ്രാകൃത സ്വഭാവങ്ങളെ കുറിച്ചുള്ള അറിവും ആ പ്രാകൃത സ്വഭാവങ്ങൾക്ക് നമ്മെ മരിക്കുന്നൊരവസ്ഥയാണ്. പ്രാകൃത സ്വഭാവത്തെക്കുറിച്ച് നാച്ചുറൽ മാൻ അല്ലെങ്കിൽ വേൾഡ്ലി മാൻ, ലൗകിക മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്വഭാവങ്ങളെ കുറിച്ച് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ്, അതായത് ഫോർണിക്കേഷൻ ആൻഡ് അഡൾട്ടറി. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, വേണ്ടാത്ത രാഗമോഹങ്ങൾ, പിന്നെ അശുദ്ധികൾ, ലോകത്തിന്റെ മ്ലേച്ഛതകളുടെ അശുദ്ധികളെല്ലാം, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. മാനസാന്തരത്തിൽ ഈ 5 കൂട്ടം കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മദ്യപാനത്തിന്റെ ആഗ്രഹം വരത്തില്ല, ദുർനടപടികളുടെ ആഗ്രഹം വരത്തില്ല, നീ പാപത്തിലേക്ക് ഇഴുകിപ്പോകുന്ന അവസ്ഥകൾ വരത്തില്ല, വേണ്ടാത്ത രാഗമോഹങ്ങൾ നിനക്ക് ഉണ്ടാകത്തില്ല. അതിന് നിന്നെ തന്നെ മരിച്ചവന് നിന്നണി. ഉണേ അപ്പൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ പാപബോധം, ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ പാപങ്ങൾക്ക് നിന്നെ തന്നെ മരിക്കുമ്പോഴാണ് മാനസാന്തരം ശരിയാകുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ ഇതിന് താഴത്തെ ഓളി വെച്ച് ആ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ 3 ദിവസം ക്ലാസ് എടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി പറയട്ടെ, ഇന്ന് രാത്രി യഥാർത്ഥമായിട്ട് ഇനി എനിക്ക് ലൗകിക ജീവിതം, ലൗകിക പാപങ്ങളുടെ പുറകെയുള്ള ജീവിതം, ആ ലൗകിക ഇമ്പങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ട. കർത്താവ്, ഇതെല്ലാം ഇത്രയുമേ ഉള്ളൂ. ഞാൻ എൻ്റെ അപ്പനെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇത് എന്നെ ഏറ്റു പറയുമെന്ന് നീ ഇന്നൊരു തീരുമാനമെടുക്കണം. അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. യഥാർത്ഥമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് ഇതിൻ്റെ ഹൃദയത്തിൽ അവൻ്റെ പ്രൈഡ് എല്ലാം അങ്ങ് മാറും. അവൻ പറയും, ഐ എം നോട്ട് വർത്തി ഫോർ ഇറ്റ്, ഐ എം നോട്ട് വർത്തി. ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. എനിക്ക് പലപ്പോഴും ഓർക്കാറുണ്ട് ഈ സ്ഥാനമാന മോഹങ്ങൾ, സ്ഥാനത്തിന് വേണ്ടിയുള്ളതായ മനുഷ്യൻ്റെ ബദ്ധപ്പാടുകൾ വളരെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ലോകത്തിൽ, പാസ്റ്റർമാരോട് ക്ഷമിക്കണം, പാസ്റ്റർമാരുടെ ലോകത്തിലും ഇപ്പൊ സ്ഥാനം കിട്ടാൻ, മാനം കിട്ടാൻ വലിയ കൂതി, അതിനുവേണ്ടി എന്തെല്ലാമൊക്കെ പ്രവർത്തിക്കുന്നത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ദൈവത്തിൻ്റെ പൈതൽ വാസ്തവമായി ദൈവമക്കളാണെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കും. കർത്താവിൻ്റെ താഴ്മ ധരിച്ച് വേണം നാം ക്രിസ്ത്യ ജീവിതം ആരംഭിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ താഴ്മയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുവാനുള്ള തീരുമാനത്തോടെ വേണം നാം ക്രിസ്ത്യ ജീവിതം ആരംഭിക്കേണ്ടത്. ദൈവമക്കളെ, എനിക്ക് ഇന്ന പൊസിഷൻ വേണം, എനിക്ക് ഇന്ന ആഗ്രഹം വേണം എന്ന് പറഞ്ഞ് പറയാൻ തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കണേ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എഴുതുന്നു. 1 Thessalonians chapter 2 verse 6. ഗാനത്തോടെ ഇരിപ്പാൻ എനിക്ക് കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോടാകട്ടെ, നിങ്ങളോടാകട്ടെ, മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇന്ന് സഭകളിലൊക്കെ സെക്രട്ടറി ആക്കി, എന്നെ സെക്രട്ടറി ആക്കിയില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് ആ സ്ഥാനം തന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്നോട് ആലോചിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വേറെ നടന്നാൽ പോരെ, അത് ആരിൽ കൂടെ പ്രവർത്തിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ. ദൈവമേ, നീ ആരിൽ കൂടെ പ്രവർത്തിച്ചാലും
നിന്റെ നാമം മഹിമപ്പെടണം. എന്നെക്കുറിച്ച് ഞാൻ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് കളിക്കാൻ പോകുമ്പോൾ ചില കളിക്കാരുണ്ട് സെൽഫ് ഗോൾ അടിക്കുക, തന്നെത്താൻ ഗോൾ അടിക്കണം. ആ ടീം പരാജയപ്പെടും. ഈ തന്നെത്താൻ ഗോൾ അടിക്കുന്ന പദ്ധതിയൊക്കെ മാറ്റി വെച്ചേച്ച് ആര് ഗോൾ അടിച്ചാലും, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആരടിച്ചാലും കൊള്ളാം, ഞങ്ങളുടെ ടീം ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, കർത്താവെ നിന്റെ നാമം മഹിമപ്പെട്ടാൽ മതി, എന്നിൽ കൂടെ പ്രവർത്തിക്കാനല്ല. ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങി ആരംഭകാലങ്ങളിൽ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഈ കടന്നു വരുന്ന ജനം കൂടുതൽ വിശ്വസിപ്പാൻ ഹേതുവായി തീരേണ്ടതിന് ഞങ്ങളുടെ സഭയിൽ അന്ന് മുൻപോട്ട് വന്ന വ്യക്തികളുടെ ഇടയിൽ ചില കുഞ്ഞുങ്ങളൊക്കെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഒരു വരങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം 10 വയസ്സ് 12 വയസ്സ് 14 വയസ്സൊക്കെ പ്രായമുള്ള പിള്ളേർ പ്രവചനം തുടങ്ങി. ദൈവം പ്രാർത്ഥന കേട്ടു പ്രവചനം തുടങ്ങി വരുന്നവരൊക്കെ വിവേചിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പം കണ്ടു, ഇതുകൾ പിന്നെ ഞങ്ങൾ പിടിയിൽ നിൽക്കത്തില്ല. ഇതാ കുഴപ്പം. വല്ല വരവും ദൈവം കൊടുത്തു പോയെങ്കിൽ എൻ്റെ മിടുക്കൊണ്ട് കിട്ടിയെന്നുള്ള പദ്ധതി വെച്ചോട്ടെ ഇവരവിടെ പോക്ക്, പിന്നെ നടത്തിപ്പാരെ പോലും അനുസരിക്കത്തില്ല. അങ്ങനത്തെ ഉള്ളത് വന്നപ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ വേണ്ട, പരിജ്ഞാനമില്ലാത്ത ഇവർ മുമ്പോട്ട് പോകാനിടയാകരുത് കർത്താവെ, പരിപാടി വേണ്ട, ഇനിയും നിന്റെ പരിജ്ഞാനപ്രകാരം പോകുന്ന യുവക്കളെ എഴുന്നേൽപ്പിക്കട്ടെ. ഞാൻ പറയട്ടെ യുവക്കളെ, ദൈവിക കൃപാപരമെന്ന് പറയുന്നത് നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനോ നിന്റെ സ്വന്തം മഹിമയ്ക്കോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും അവൻ്റെ രാജ്യത്തിൻ്റെ പുകഴ്ചയ്ക്കുമായിട്ട് മാത്രമായിരിക്കണം എന്നുള്ള ദൈവത്തെ ഓർപ്പിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്ല മനുഷ്യൻ്റെ അപ്രോസ് കിട്ടാനായിട്ടല്ല, അല്ല ഒരു വലിയ പ്രവാചകൻ എന്നുള്ള പേര് കേൾക്കാനല്ല, ഒരു വലിയ പ്രാസംഗം എന്നുള്ള പേര് കേൾക്കാനല്ല, പിന്നെയോ യേശു എന്നിൽ കൂടെ ഒന്ന് മഹിമപ്പെടണം. ദൈവത്തെ അത് എന്നിൽ നിന്നല്ല, ആര് വചനം സംസാരിക്കാൻ എഴുതേൽക്കുന്നോ അവരിൽ കൂടെ യേശുവിൻ്റെ നാമം മഹിമപ്പെടുവാൻ നമ്മുടെയായത്. അവർ പറയും ഞാൻ യോഗ്യനല്ല. ഇന്ന് പലരും വിചാരിക്കുന്നത് ഞാനല്ലാതെ യോഗ്യൻ ആരുള്ളൂ. ഞാൻ പറയും ആമാൻ്റെ ആത്മാവാത്, ഞാനല്ലാതെ ആരായി യോഗ്യൻ? സ്വതന്ത്രം എന്താ? രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന പുരുഷന്, ഈ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഈ രാജ്യത്ത് ആരുണ്ട്? ഞാനല്ലാതെ ആരുണ്ട്? ഇതാണ് ഹാമാൻ്റെ ആത്മാവ്. ദൈവമക്കളെ, നമുക്ക് ആർക്കും ഹാമാൻ്റെ ആത്മാവ് ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ മാനിപ്പൻ്റെ ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരിക്കേണ്ട. സ്തോത്രം. ജീവിതത്തിൽ കർത്താവെ ഐ എം നോട്ട് വർത്തി, ഞാൻ യോഗ്യനല്ല എന്ന് പറയുവാൻ കഴിവുള്ള ദൈവമക്കളെ ഓർത്ത് ആ ഒരവസ്ഥയിലേക്ക് ഈ നാളുകളിൽ ദൈവസഭ മൊത്തം കടന്നു വന്നെങ്കിൽ മതിയായുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് സമൂഹങ്ങൾ മൊത്തം കർത്താവ് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായെങ്കിൽ എനിക്കിതിനകത്ത് ഒരു ക്രെഡിറ്റും വേണ്ട. ഓൾ ദ ഗ്ലോറി ഷുഡ് ഗോ അൺ ടു ദ ലോർഡ്. സകല മഹത്വം കർത്താവിന്. എൻ്റെ ശിഷ്യയിൽ 10 പേര് മുൻപോട്ട് വന്നെങ്കിൽ ഞാൻ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നല്ല. ഓൾ ദ ഗ്ലോറി ഷുഡ് ഗോ ടു മൈ ലോർഡ്. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല മാനത്തിനും യോഗ്യൻ യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അങ്ങനെ സന്തോഷമുള്ള മക്കൾക്ക് പറഞ്ഞാട്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവിനെ കൂടെ മഹിമപ്പെടണമെന്നല്ലാതെ മറ്റേ ഒന്നൊരിക്കലെന്ന് പറയാൻ തകണം. എനിക്ക് പണമല്ല ആവശ്യമായിരിക്കുന്നത്, എനിക്ക് പേരല്ല ആവശ്യമായിരിക്കുന്നത്, എനിക്ക് ഉന്നതമായ സ്ഥാനമല്ല ആവശ്യമായിരിക്കുന്നത്. എൻ്റെ യേശു മഹിമപ്പെടുവാൻ ഇടയായിത്തീർന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ഈ ദിവസങ്ങൾ ഞങ്ങൾ നടത്തണമെന്ന് പറയുവാൻ കഴിവുള്ള വീരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ പഠിക്കുന്നു ഞാൻ യോഗ്യനല്ല. യഥാർത്ഥമായി ജീവിക്കുന്ന ഈ മക്കൾക്ക് അറിയാം, ഐ ആം നോട്ട് വർത്തി, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യ. ഈ ഒരു ശതാധിപന് അവൻ്റെ ബാല്യക്കാരന് രോഗം വന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചെന്നിട്ട് ഇവർ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജനത്തോട് പറഞ്ഞു, പോയി കർത്താവിനോടൊന്ന് പറ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. കർത്താവിനെ വിളിച്ച് കർത്താവ് വരിക. കർത്താവ് വരുന്നവർ അവർ പറഞ്ഞെന്തറിയോ, ആ മനുഷ്യൻ യോഗ്യന്. എന്താ? ഞങ്ങൾക്ക് പള്ളി പണിഞ്ഞു. ഇവൻ്റെ യോഗ്യത പള്ളി പണിതാ യോഗ്യത. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന് ഇതൊന്നും കാര്യമല്ല. ആഗ്രഹിച്ച് എൻ്റെ അടുക്കലേക്ക് അങ്ങ് പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങളുടെ യോഗ്യത ഒന്നും നോക്കിയല്ല അവൻ വരുന്നത്, നിന്റെ ആവശ്യം അറിഞ്ഞ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതാവശ്യത്തിനും ഇനി വന്നിരിക്കുന്നു. നിന്നെ ഉള്ളതോടെ കാണുന്ന കർത്താവ്, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, നിന്റെ നിലവാരത്തെ അറിയുന്ന കർത്താവ്, സഹായിപ്പാൻ നിനക്ക് ആരുമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ആ കർത്താവാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുക.
ദൂരെ കണ്ടപ്പോഴേ അവൻ ചെന്ന് പറയാണ്, അവൻ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. ആ ഒരു മെന്റാലിറ്റി ഇന്ന് രാത്രി പിടിക്കുന്ന എല്ലാവർക്കും ഉണ്ടായാൽ, കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ, ഈ നന്മകൾ എനിക്ക് പ്രാപിപ്പാൻ എനിക്കൊരു യോഗ്യതയില്ല. ആ യോഗ്യതയില്ലെന്ന് പറയാമെങ്കിൽ അവൻ നിന്നെ യോഗ്യതപ്പെടുത്തുന്ന കർത്താവാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മോശയുടെ കാര്യം പറഞ്ഞ് മോശയെ ഒരു 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 ജനത്തെ നയിക്കുവാൻ ഒരു നേതാവായിട്ട്, ലീഡറായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തപ്പം മോശ പറയാണ്, ഞാൻ യോഗ്യനല്ല. എവിടെ കർത്താവ് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കാണാം, ഐ ആം നോട്ട് വർത്തി, ഞാൻ യോഗ്യനല്ലെന്ന് പറയുന്നവരെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, എന്നെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ രക്ഷയ്ക്ക് നമ്മൾ യോഗ്യരല്ല. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നമ്മൾ യോഗ്യരല്ല, എങ്കിലും അവർ യോഗ്യരാക്കി തീർത്തു. അതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങൾ. ഹല്ലേലൂയ. ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് എനിക്ക് എന്നെ യോഗ്യരാക്കി തീർത്തതിനാൽ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരെ, ഈ നല്ല ശുശ്രൂഷയ്ക്കായിട്ട് വിശ്വസ്തരെന്ന് കർത്താവ് നമ്മെ ശുശ്രൂഷ ബലമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ, ഹലോ ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ കർത്താവേ, നീ എന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ പക്കൽ എന്തുള്ളൂ. ഹലോ ഞാൻ വിശ്വസ്തയോടെ നിന്റെ മകൻ നിൽക്കുമെന്ന് പറവാൻ തീരുമാനമുള്ള ഈ മക്കളെ ഓർത്ത്, കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മിടുക്കൊണ്ട് അവൻ വിളിച്ചതല്ല, നമ്മുടെ ഈ ബലഹീനതയിൽ നമ്മെ പെടുത്തുവാൻ കർത്താവ് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വിശദീകരിക്കുന്നില്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യോഗ്യനല്ലെന്ന് പറയുവാൻ ദൈവമക്കളെ കർത്താവിന് ആവശ്യമാണ്. ഏതായാലും അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവിടെ താഴെ എഴുതിയിരിക്കുന്നത്, അവൻ ദൂരവേ കണ്ടു. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഒരു പാപി മാനസാന്തരപ്പെടുവാൻ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ല നാഥൻ, ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വരുവാൻ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വല്ലഭനാകുന്ന കർത്താവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട്, നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിലേക്ക് നീ മടങ്ങി വരുവാൻ തക്കണം ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന, നിന്നെ സ്വീകരിച്ച് നിനക്ക് ചുമ്മനം തരുവാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നല്ല നാഥൻ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കള് ദീർഘമാക്കാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് പറയട്ടെ, എല്ലാവരും ഒരു മടങ്ങി വരവരും രാത്രിയായി തീരുവാൻ. ജീവിതത്തിലെ ഏതെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലാകുന്നിരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ അകന്നിരിപ്പുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം വിഷയത്തിൽ നീ അകന്നിരിക്കുന്നു, ഹല്ലേലൂയ, ആ വിഷയത്തിലെല്ലാം ഇന്ന് രാത്രി കർത്താവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. എനിക്കിതിൻ്റെ ഒന്നും യോഗ്യതയില്ലെന്നുള്ളത് ഞാൻ വാസ്തവമായി സമ്മതിക്കുന്നു. എൻ്റെ നീ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഏൽപ്പിപ്പാൻ നീ മനസ്സിലാക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് നിന്നെ കൈക്കൊള്ളുവാൻ വിശ്വസനായ ഹോവയാണ്. നീ എത്ര കൊടും പാപിയാണെങ്കിലും ഇന്ന് രാത്രി നിന്നെ കൈക്കൊള്ളുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേര് വാസ്തവമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മെ യോഗ്യനാക്കി തീർക്കേണ്ടതിന് വേണ്ടി, അവൻ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, നമ്മൾ പാപികളായി, ദോഷികളായി, ഹല്ലേലൂയ, ക്രൂശിന്റെ ശത്രുക്കളായി, നമ്മുടെ നിത്യനരകത്തിന് അർഹരായി ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത്, ശത്രുക്കളായിരുന്ന കാലത്ത് നമ്മെ സ്നേഹിച്ച് നമ്മെ അവന്റെ പുത്രന്മാരാക്കി തീർക്കേണ്ടതിന് വേണ്ടി, നിത്യമായ നാശം നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി, നിന്റെ ഇല്ലായ്മ നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി, നിന്റെ ശൂന്യതകളെ മാറ്റേണ്ടതിന് വേണ്ടി, നിന്റെ ബലഹീനതകളെ മാറ്റേണ്ടതിന് വേണ്ടി, ഉന്നതകളെ വിട്ടതാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നല്ല നാഥൻ. ജനിക്കാൻ പോലും സ്ഥലമില്ലാതെ വണ്ണം, എല്ലാവരും കണ്ണടച്ചായിട്ട് പ്രാർത്ഥിക്കാം, ജനിക്കാൻ പോലും സ്ഥലമില്ലാതെ വണ്ണം. ലോകത്തിൽ വരുന്നവർക്കൊക്കെ ജനിക്കാൻ ചില സ്ഥലമുണ്ട്, ജനിക്കാൻ പോലും സ്ഥലമില്ലാതെ വണ്ണം വഴിയരിയെ പ്രസവിക്കപ്പെട്ട ഒരു യേശു, പിന്നീട് കിടത്തിയത് പുൽത്തൊട്ടിയിൽ. സ്തോത്രം. ഇവരാര്? സകല ലോകത്തിന്റെയും സൃഷ്ടികർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.